നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിന്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, രാഖിയും രാജീവനും അമ്മയെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഗുണ്ടകളെ ഇടപാട് ചെയ്ത് വെച്ചേക്കാം, നിങ്ങളൊന്നും അറിയേണ്ട, അവർ നോക്കിക്കോളും ബാക്കി കാര്യമെന്ന്. അതിലും ഭേദം നീ ഇവിടെ നിൽക്കുന്നതല്ലേന്ന് ജയരാമൻ ചോദിക്കുമ്പോൾ എനിക്ക് നാളെ ജയിൽ ഡ്യൂട്ടിക്ക് പോകണം, അത്യാവശ്യമാണ്, അതുകൊണ്ടല്ലേ എന്ന് പറയുന്നു. രാജേന്ദ്രൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിന്നാൽ മതി, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താലും മതി, എന്നെ അപ്പോൾ രാഖിയും രാജീവനും വന്ന ഉടനെ വിളിക്കണം, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത്. രാജേന്ദ്രൻ ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാർ പക്ക ക്രിമിനലുകളായിരിക്കുമെന്നും അതുകൊണ്ട് അവരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്നും ഇവിടെ രാജീവനുമായിട്ട് നാളെ ഒരു മൽപ്പിടുത്തം നടന്നാൽ കൊലപാതകം വരെ നടക്കുമെന്നും നമ്മളായിരിക്കും അതിനകത്തെ പ്രതികളായി മാറുന്നതെന്നും പറയാട്ടോ ചെയ്യുന്ന ഗീത ജയരാമനോട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗീത പറയുന്നുണ്ട്, നമുക്ക് നാളെ രാവിലെ അങ്ങ് മുങ്ങിയാലോ, ആരും അറിയാതെ, അതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷെ അത് ശരി തന്നെയാണ്, പക്ഷെ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ എങ്ങനെ മുങ്ങുമെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് ജയരാമൻ. ഇതിപ്പം കഴിച്ചിട്ട് ഇറക്കാനും മദ്രിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് പറയുന്നു. പിറ്റേ ദിവസം ആകുമ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് രാജീവനും രാഖിയും കൂടെ പുറപ്പെടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അമ്മയെ കൊണ്ടുപോകാനായിട്ട് എത്തുന്നു. വീട് വന്ന് തുറന്ന് നോക്കുന്നു. അമ്മയുടെ മുറിയിൽ വന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അമ്മ അവിടെ കാണുന്നില്ല, അതായത് ലളിത അമ്മയെ അവിടെ കാണുന്നില്ല കേട്ടോ. ഇത് കണ്ടുകൊണ്ട് രാജീവനും രാഖിയും കൂടെ ഇറങ്ങി വന്നിട്ട് ജയരാമനോട് ദേഷ്യപ്പെടുന്നുണ്ട്, അമ്മ എവിടെ, അമ്മ മുറിയിലൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ എല്ലാവരും കൂടെ കളിക്കുകയല്ലേ ഡ്രാമ, ഈ നാടകമൊന്നും വേണ്ട, മര്യാദയ്ക്ക് അമ്മ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അമ്മയെ കൊണ്ടുപോകാൻ നിങ്ങളല്ലേ സമ്മതിച്ചത്, എന്നിട്ട് ഇപ്പോൾ എന്തായി കാണിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ജയരാമൻ പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ അമ്മ എവിടെയുണ്ടെന്ന്, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനല്ല അമ്മ ഇവിടുന്ന് മാറ്റിയത്, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ എന്നിങ്ങനെ ജയരാമൻ തീർച്ചപ്പെടുത്തി അങ്ങ് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ അമ്മ എവിടെ പോയി, വയ്യാതെ കിടക്കുന്ന അമ്മ ഒറ്റയ്ക്ക് എണീറ്റ് പോകില്ലല്ലോ, ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ഗീത പറയുന്നുണ്ട്, അമ്മ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല രാജേന്ദ്രൻ തന്നെയായിരിക്കും, മുദ്രപത്രത്തിൽ ഇന്നലെ ഒപ്പിടിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ നല്ല ബഹളമാണ് നടന്നിരുന്നത്, അമ്മയെ നിങ്ങൾ കൊണ്ടുപോകാൻ വരുമെന്നും അറിഞ്ഞിട്ട് രാജേന്ദ്രൻ ഇനി ഇവിടെ ഉണ്ടാക്കാത്ത പുകിലില്ല, അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുന്നിടം വരെ അമ്മയെ രാജേന്ദ്രൻ എങ്ങോട്ടോ മാറ്റിയതായിരിക്കുമെന്ന് ഗീത പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ രാജീവനും രാഖിക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. ഉടനെ ജയരാമൻ പറയുന്നു, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കാം, അവനും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി കൂടുതലൊന്നും നോക്കാനില്ല വലിയേട്ടാ, ഇത് കൊച്ചേട്ടൻ തന്നെ ചെയ്ത പണിയാണെന്നും ഇനി അമ്മ കൊച്ചേട്ടൻ്റെ കസ്റ്റഡിയിലാണെങ്കിൽ അമ്മയുടെ ജീവൻ വരെ ആപത്താണെന്നും രാജീവൻ പറയാം, എത്രയും പെട്ടെന്ന് അമ്മയെ രക്ഷിച്ചേ മതിയാവത്തുള്ളൂ എന്നും പറയാട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് രാഖിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീത പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അമ്മയെ രക്ഷിക്കണം, അവനൊരു പിശാചാണ്, അവൻ കൊന്നു കളയാൻ പോലും മടിക്കില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെ കണ്ടുകൊണ്ട് ഞെട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി രാജേന്ദ്രനാണോ ലളിതാമ്മയെ മാറ്റിയത്, അതോ ലളിതാമ്മ തന്നെ അവിടെ നിന്ന് മുങ്ങിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. കാരണം രാജേന്ദ്രന് ആൾക്കാരെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് രാജീവനെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ രാജേന്ദ്രൻ ആണെങ്കിൽ ഇവരുടെ സംസാരം കേട്ടിട്ടും അമ്മ അവിടെ ഇല്ല എന്നുള്ള വാർത്ത അവിടെ നിന്ന് കേട്ടിട്ടും ഞെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം രാജേന്ദ്രൻ്റെ കണ്ണിൽ നിന്നും ലളിതാമ്മ എങ്ങോട്ടോ മാറിയിരിക്കുകയാണ് കേട്ടോ. ആരോ ലളിതാമ്മയെ ഒന്നെങ്കിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അവരെ വിളിച്ചു പറഞ്ഞ് ലളിതാമ്മ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രാജേന്ദ്രൻ ചെയ്ത ചതിയായിരിക്കും. രാജേന്ദ്രൻ ചെയ്ത ചതിയാവാനുള്ള സാധ്യത കുറവാണ്. രാജേന്ദ്രൻ ഇട്ട് പണി കൊടുക്കാൻ വേണ്ടി ലളിതാമ്മ തന്നെ അവിടെ നിന്ന് മുങ്ങിയതായിരിക്കുമെന്നതിൽ സംശയമില്ല കേട്ടോ.